എൻ്റെ എന്താ പറയുക, യാത്ര എന്ന് പറയുമ്പോൾ എൻ്റെ യാത്ര കാണുമ്പോൾ ഞാൻ സൈക്കിളിൽ ഇങ്ങനെ പോകുന്നു. അവിടെ ദൂരമുള്ളിടത്ത് നമ്മൾ പോകുമ്പോൾ സൈക്കിളിൽ പോകുന്നു. അടുത്തുള്ളിടത്താണെങ്കിൽ വൈകുന്നേരം ഒരു 15 മിനിറ്റ് അടുത്ത് നടപ്പുണ്ടെങ്കിലും ഞാൻ നടന്നാണ് പോകുന്നത്. സൈക്കിൾ വേണമെങ്കിൽ എടുക്കാം, കാരണം അവിടെ വെറുതെ ഇരിക്കുകയാണ്. അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വേണ്ട. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കുറച്ച് കാര്യം എല്ലാവരും പറയുന്നുണ്ട്, വണ്ടി എടുക്കൂ. വീട്ടിൽ നിന്ന് പറഞ്ഞു സൈക്കിൾ വാങ്ങിക്കാൻ പൈസ തരട്ടെ. ഇവിടെ ഹസ്ബൻഡ് പറയും വണ്ടി എടുക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് സൈക്കിൾ മതി എന്ന് പറയും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഭയങ്കര ഇഷ്ടമാണ് സൈക്കിൾ. ഇന്നിത് വീണ്ടും പറയാനുള്ള കാര്യം, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു. അന്ന് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളല്ലോ. ഇതിൽ ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നടത്തുന്ന കുറച്ച് പേരേ ഉള്ളൂ, 3-4-5 പേരൊക്കെ ഉള്ളു. നമുക്ക് എന്തും ചോദിക്കാം, പറയാം എന്നുള്ള ഒന്ന് പൈസ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം, അങ്ങനെയൊക്കെയുള്ള കുറച്ച്. അപ്പം നമ്മുടെ ആ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് നാളിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു. അതുപോലുള്ള ഫ്രണ്ടാണ് ഇത്. ട്യൂഷൻ സെൻറ്ററിലുള്ളതാണ് സാറിങ്ങനെ വിളിച്ചു രാവിലെ. ഞാൻ എന്ത് പറ്റി പതിവില്ലാതെ, കാരണം ഞങ്ങളങ്ങനെ വിളിക്കാറില്ല. പക്ഷേ ഇടയ്ക്ക് എന്തെങ്കിലും ഒരാവശ്യം വന്ന് നമ്മളത് പറയും, ഇങ്ങോട്ട് ചോദിക്കും, ആ ഒരിത്. പക്ഷേ ഒരടുപ്പം ഉണ്ട്. ഇപ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ വിളിക്കാറൊന്നുമില്ല, എന്നെയും വിളിക്കാറില്ല. പക്ഷേ നമ്മളെന്താണെന്ന് അവർക്കും അറിയാം, അവരെന്താണെന്ന് നമുക്കും അറിയാം. ആ ഒരു ബന്ധം ഇങ്ങനെ നിലനിൽക്കുകയാണ്. പക്ഷെ എന്താവശ്യത്തിനും കൂടെ കാണും. അതാണല്ലോ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ഗാഢത എന്ന് പറയുന്നത്. എപ്പോഴും വിളിക്കുന്നതും പറയുന്നതിനും അപ്പുറത്ത് നമുക്കൊരാവശ്യം വന്നാൽ ഇന്ന ആളെ നമുക്ക് വിളിക്കാം, നമ്മുടെ ഒപ്പം കാണും. അതാണല്ലോ ബന്ധം നിലനിർത്തി ഇങ്ങനെ പോകുന്നത്. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്നെ വിളിച്ചു, ഇങ്ങനെയൊക്കെയുണ്ട്. ഞാൻ എന്ത് പറ്റി അതില്ല പറഞ്ഞ ഇങ്ങനെയൊക്കെയുണ്ട് ക്ലാസ് തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, കുഴപ്പമില്ല, പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചോദിച്ചു സൈക്കിൾ വാങ്ങിച്ചോ? ഞാൻ പറഞ്ഞു ഇല്ലടോ, ഇപ്പോഴേ ഇല്ല. ഞാൻ ആദ്യം വാങ്ങിക്കാം എന്ന് കരുതിയതാണ്. അതും പൈസയൊക്കെ ഏകദേശം എല്ലാം റെഡിയായതാണ്. പിന്നെ ഞാൻ ഓർത്തു വേണ്ട, കാരണം അതൊരു എടുത്തുചാട്ടമാകും എന്നെനിക്ക് പിന്നീട് തോന്നി. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പം നമുക്ക് 2 സ്ഥാപനം കിട്ടി. നമ്മളവിടെ പോകുന്നു. നമ്മളൊരു മാസമെങ്കിലും അവിടെ ജോലി ചെയ്ത് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും നമ്മളുടെ മുന്നോട്ടുള്ള ഒരു യാത്ര എങ്ങനെയാകും, അവിടെ തുടരുമോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് ആവശ്യമാണ്, അല്ലേ? നമ്മൾ പറിച്ച് നടപ്പെടുന്ന ജീവിതങ്ങളെന്നൊക്കെ പറയുന്ന പോലെ എന്തൊരു ജോലിയിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശോഭിക്കാൻ പറ്റുമെന്ന് നമ്മുടെ മനസ്സിനൊരു കോൺഫിഡൻസ് വരാൻ കുറച്ച് ദിവസം പിടിക്കും. ഞാൻ ചെയ്ത ഒരു ഫീൽഡാണ്, എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡാണ്. ഇപ്പോൾ സ്കൂളിലൊന്നും എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ പഠിപ്പിക്കണം, പക്ഷേ എനിക്ക് ട്യൂഷൻ സെൻറ്റർ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ എനിക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്നത് സന്തോഷമാണ്. പക്ഷേ നമുക്ക് സാലറി തരുന്നവരാണ് നമ്മളുടെ ക്ലാസ്സും രീതികളുമൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടോ അതിനനുസരിച്ചാണല്ലോ നമ്മളെ തുടരണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു മാസം അങ്ങനെ പോയിട്ട് നമുക്ക് എത്ര സാലറി കിട്ടുന്നുണ്ട്, അത് നമുക്ക് തുടർന്ന് എങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് സൈക്കിൾ വാങ്ങിക്കാം എന്നാണ് ഞാൻ മനസ്സിലിങ്ങനെ കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. പറഞ്ഞു എല്ലാവരും കാണുന്നവരെല്ലാവരും നമുക്കറിയാവുന്ന ഒരു വണ്ടി എടുത്തു. ഇപ്പോൾ ഞാൻ സൈക്കിൾ വയ്ക്കാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴും പറഞ്ഞു എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നു, ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു പെട്രോൾ അടിക്കണ്ടേ? എങ്കിൽ പിന്നെ ഇലക്ട്രിക് എടുക്കുക. ഞാൻ പറഞ്ഞപ്പം കറണ്ട് ബില്ലാവത്തില്ലേ? നമുക്ക് ഒരുപാട് വരുമാനമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് കിട്ടണമെന്നില്ല. പിന്നെ ഒരു കൊറോണ പെട്ടെന്ന് വീണ്ടും വന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ. ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറ്റുമെങ്കിലും നമ്മളെപ്പോഴും അങ്ങനെയൊക്കെ കരുതുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്കൊരു വരുമാനം നമ്മുടെ കയ്യിൽ ഉറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മോശം കാലഘട്ടം ഉണ്ടായാലും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്കിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് ആഴ്ച 2 ക്ലാസ്സിന് വേണ്ടിയിട്ട് മാത്രം ഒരു വണ്ടി എടുക്കുന്നതിൽ ഒരു കാര്യമില്ല. എന്തായാലും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവാകും. അത് നമ്മൾ എത്ര നാൾ ജോലി ചെയ്താലായിരിക്കും
നമ്മളൊരു കടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഒരു ജോലിക്ക് പോകുന്നത്. ഇപ്പം നമുക്ക് ജോലിയാണ് ആവശ്യം, ഒരു വണ്ടിയല്ല ആവശ്യം. വണ്ടി നമുക്ക് ആവശ്യമായൊരു ഘടകമല്ല. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ വണ്ടി ഇപ്പോൾ ആവശ്യമുള്ള ഘടകമല്ല. പിന്നെ ഒന്നുകൂടി എനിക്ക് തോന്നുന്നത്, നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രശ്നമാണ്. ഫ്രണ്ട് ചോദിച്ചോടോ, ഈ നിന്നല്ലേ ജോലി ചെയ്യുന്നത്, ഇപ്പോൾ 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടാണ് നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, കാരണം അന്ന് ട്യൂഷൻ സെൻ്ററിലൊക്കെ ഞാൻ ഇരിക്കേയില്ലായിരുന്നു, ഫുൾ ടൈം നിൽക്കും. ഇപ്പം ടെസ്റ്റ് പേപ്പർ എക്സാമിൻ്റെ ടൈം ആയാലും സാറന്മാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. പക്ഷെ നമുക്കത് സ്ട്രെയിൻ ഉണ്ടാക്കുന്ന കാര്യമാണ് നിൽക്കുക എന്ന് പറയുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞ 2 അവർ നമുക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഇരിക്കില്ലടോ, ഞാനിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും, ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പം കുട്ടികൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഒരു കാര്യം ഉണ്ടോ, നമ്മുടെ കാലിനൊക്കെ നമ്മൾ ഇത്ര നാളും പുറത്തോട്ടങ്ങും നടക്കുന്നില്ല, ഒന്നും ചെയ്യാതിരിക്കുകയല്ല. അപ്പം വ്യായാമത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഈ സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ രാവിലെയാണ് പോകുന്നത്. അപ്പോൾ 6:45 കഴിഞ്ഞ ആ സമയത്ത് സൈക്കിളിലൊക്കെ ചവിട്ടി പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ കാലിനൊക്കെ നല്ലൊരു ബലം കിട്ടും. അപ്പം നമുക്കൊരു എനർജി പ്രത്യേകം കിട്ടുകയാണ്. നമുക്ക് നമ്മുടെ എന്താ പറയുക, കൊഴുപ്പിനെയൊക്കെ കുറേയൊക്കെ കത്തിച്ച് കളയാൻ ഇത്തരത്തിലുള്ള വ്യായാമവും കൂടെ നമുക്ക് സഹായം. വൈകുന്നേരം ഞാൻ നടക്കുമ്പോൾ അതും എനിക്ക് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല കാര്യമാണ് എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ടും പറയാൻ ശരിയാണല്ലോ, എനിക്കും ഒരു സൈക്കിൾ എടുക്കണം. അപ്പം കുറച്ചുകൂടെ അടുത്ത് ജോലിയുണ്ട്, പഞ്ചായത്തിലാണ് ജോലി, UD ക്ലർക്കാണ് ഇപ്പം. അപ്പോൾ പറയുന്ന അങ്ങനെ എനിക്ക് കുറച്ചുകൂടെ അടുത്ത് ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു സൈക്കിൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ചാണോ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞ സൈക്കിളാണോ നല്ലത്, കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് സേഫാണ്. നമ്മൾ പതുക്കെ നമ്മൾ ചവിട്ടുന്നതിനനുസരിച്ച് സൈക്കിൾ നീങ്ങുന്നുള്ളൂ. പിന്നെ പെട്ടെന്നൊന്ന് നമുക്ക് കാലുകുത്തി നിർത്താം. ഇപ്പം മഴയാണെങ്കിലും ഇപ്പം വണ്ടി എന്ന് പറയുമ്പം ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു കാര്യമാണ് വണ്ടി എന്ന് പറയുമ്പോൾ. അതിൽ ചിലവുമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വളരെ മോശമാണ്, മഴയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ ഹൈവേ പോകണമെങ്കിൽ ഇനി ഹൈവേയിലോട്ട് കയറണമെങ്കിൽ ഈ റോഡ് പണിയൊക്കെ കഴിയുമ്പം പെട്രോൾ അടിക്കാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ വലിയ മെനക്കേടാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെ ആവാനാണ് ചാൻസ്. അപ്പോൾ അതും ഒരു പ്രശ്നമാകും ഭാവിയിൽ വണ്ടിയെടുത്ത്. ഇതൊക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് എന്തായാലും എനിക്ക് വണ്ടി വേണ്ട, എനിക്ക് സൈക്കിൾ തന്നെ മതി, എനിക്കതാണ് ഇഷ്ടം എന്നിങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ പക്ഷേ എല്ലാവരും പറയുന്നത് വണ്ടി എടുക്കുക. ഇന്നും കുറേ ആളുകൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സൈക്കിളിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ചിലരോർക്കും വിശക്കുകൊണ്ടായിരുന്നു. വിശക്കൊന്നൊന്നുമില്ല, 2 ദിവസത്തെ ആഴ്ച 2 ക്ലാസ് അല്ലെങ്കിൽ 3 ക്ലാസ്, അതിന് വേണ്ടി ഒരു വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെ എല്ലാവരും വണ്ടിയിലാണ് വരുന്നത്, ഞാൻ മാത്രമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിക്കൂടെ, തനിക്ക് നാണക്കേട് തോന്നുന്നുണ്ടോ സൈക്കിളിൽ പോകുന്നതിന്? ഞാൻ പറഞ്ഞു എന്തിന് നാണക്കേട്, എനിക്കതൊരു ക്രെഡിറ്റായിട്ടാണ് തോന്നുന്നത്. എല്ലാവരും വണ്ടിയിൽ വരുന്നു, കുട്ടികളെപ്പോലെ ഞാൻ സൈക്കിളിൽ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിലവുകൾ നമ്മുടെ ജീവിതത്തിൽ മതിയല്ലോ, അനാവശ്യമായ ചിലവുകൾ വേണ്ട. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്. ഞാനിങ്ങനെ സൈക്കിളിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴൊക്കെ ചില കുട്ടികളൊക്കെ അവിടെ വണ്ടിയിൽ വരുന്നുണ്ട്. +2 വരെയാണുള്ളത്. ചില കുട്ടികൾ വണ്ടിയിൽ വരുന്നുണ്ട്. 9ൽ പഠിക്കുന്ന ഒരു കൊച്ചൻ വരെ, എന്നാൽ ഞാൻ ക്ലാസ് എടുക്കുന്ന 9നാണ്, അതിൽ വരുന്ന ഒരു ക്ലാസ്സിലുള്ള ഒരു കുട്ടി വരെ വണ്ടിയിൽ വരുന്നുണ്ട്. ഇലക്ട്രിക്കിൻ്റെ വണ്ടിയാണ്, എനിക്ക് തോന്നുന്നു അതിന് ലൈസൻസ് വേണ്ടാത്തതായിരിക്കാം. അപ്പം ഞാനിങ്ങനെ സൈക്കിൾ കിട്ടും, ടീച്ചറേ ഞാൻ പറഞ്ഞേ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കുട്ടികളങ്ങനെ വണ്ടിയിൽ പോകുന്നവരുണ്ട്. എന്താ, വീട്ടുകാർക്ക് അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകും. കുട്ടികൾ നടന്ന് ക്ഷീണിക്കേണ്ട. പക്ഷേ അത്രയും ദൂരത്തുനിന്ന് നടന്ന് വീട്ടിൽ വരുന്ന കുട്ടികളുമുണ്ട്, രാവിലെ നടന്ന് പോകുന്നവരും ഒക്കെയുണ്ട്. അങ്ങനെയുള്ളവരെയും കാണുന്നുണ്ട്, വണ്ടിയിൽ പോകുന്നവരെയും കാണുന്നുണ്ട്. ഞാനൊക്കെ പഠിച്ച സമയത്ത് സൈക്കിള് എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു.
ഞാൻ ഡിഗ്രിക്ക് ചേർന്ന സമയത്ത് കോളേജ് ചെന്നപ്പോൾ എനിക്ക് അത്ഭുതം എന്ന് പറയുന്നത് അവിടെ കുറേ ഞാൻ ആ അനുഭവത്തിൻ്റെ ടീച്ചറെ എല്ലാവരോടും എന്താണ് ഇവിടെ കോളേജിൽ ലൈഫിൽ വന്നപ്പം വ്യത്യാസം എന്ന് ചോദിച്ചപ്പം എൻ്റെ പേപ്പറിൽ എഴുതി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വാഹനങ്ങളിൽ വരുന്നു, ബൈക്കിൽ ഒക്കെ വരുന്നു. അതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. എന്നാ ഞാൻ എഴുതിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അന്നാണ് കോളേജിൽ ചെന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്ന ചേച്ചിമാർ പൊതുവെ കുറവാണെങ്കിലും ആൺകുട്ടികളെല്ലാവരും മിക്കവാറും പേര് ബൈക്കിലൊക്കെ വരുന്ന കാണുമ്പോൾ നമുക്ക് അന്നാണ് ഇത്രയധികം വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്കൊരു ഫീല് വന്നത്. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ വണ്ടിയിൽ പോകുന്നതിലേക്ക് മാറിയിരിക്കുന്നു കാലം. എന്ത് ചെയ്യല്ലേ. അപ്പോൾ എൻ്റെ യാത്ര ഇനി അങ്ങനെ തന്നെ ആവട്ടെ. എൻ്റെ മനസ്സിന് സന്തോഷം ആ സൈക്കിൾ യാത്രയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ സന്തോഷവും എൻ്റെ മനസ്സിൻ്റെ സമാധാനവും അതായതുകൊണ്ട് അതങ്ങനെ പോകട്ടെ എന്ന് ഞാനും കരുതുകയാണ്. ശരിയല്ലേ?